ഓഡിറ്റിംഗ് എങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണോ അതോ മനസ്സിലാക്കി പഠിക്കണോ? ഹായ്, വെൽക്കം ടു ഡേ 37. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടും കമ്പൈൻ ചെയ്തുള്ള സ്ട്രാറ്റജിയാണ് വേണ്ടത്. യെസ്, ശരിയാണ്. ഏത് സബ്ജക്റ്റും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ ഒക്കൂ. എന്നാൽ ഓഡിറ്റിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിൽ എത്രത്തോളം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിലും ആ ഓഡിറ്റിങ്ങിൻ്റെ കീവേഡ്സ് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും മാർക്ക് കിട്ടൂല. സോ നിങ്ങൾ ആ കീവേഡ്സ് ബൈ ഹാർട്ട് തന്നെ ചെയ്യണം. എക്സാം ടൈമിൽ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ആ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്ത് എഴുതണം. ബിക്കോസ് നിങ്ങൾ കീവേഡ്സൊക്കെ അണ്ടർലൈൻ ചെയ്ത് എഴുതിയാൽ പേപ്പർ നോക്കുമ്പോൾ വാല്യൂർക്ക് പെട്ടെന്ന് ആ കീവേഡ്സ് ക്യാച്ച് ആവും. അപ്പോൾ പുള്ളിക്ക് മനസ്സിലാവും, ഓക്കെ, ഈ കുട്ടിക്ക് കുറച്ചൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ബാക്കിയൊക്കെ അധികം വായിച്ച് നോക്കാണ്ട് നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടും. ഇനി അടുത്ത ഡൗട്ട്, ഫുൾ ആൻസർ ഓഡിറ്റിംഗ് ലാംഗ്വേജ് തന്നെ എഴുതണം? വേണ്ട, നിങ്ങൾ ആ കീവേഡ്സൊക്കെ മാർക്ക് ചെയ്ത് ബാക്കിയൊക്കെ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ എഴുതിയാൽ മതി, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സോ ഈ കീവേഡ്സൊക്കെ എക്സാം ടൈമിൽ മറന്നു പോകാണ്ട് എങ്ങനെ പഠിക്കുക എന്നുള്ളൊരു ട്രിക്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.